തൃശൂർ മേയറെ പിന്തുണച്ച് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. മേയറുടെ സുരേഷ് ഗോപി അനുകൂല പ്രസ്താവന തൃശൂരിലെ ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് കാരണമായി എന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കൊരട്ടി ചിറങ്ങരയിൽ വീട്ടിൽ മോഷണം. 35 പവൻ സ്വർണവും പണവും നഷ്ടപ്പെട്ടു. ചിറങ്ങര ചെമ്പകശ്ശേരി പ്രകാശന്റെ വീട്ടിൽ തിങ്കളാഴ്ച പുലർച്ചെയാണ് കവർച്ച നടന്നത്. സംസ്ഥാനത്ത് ഇന്ന് 2 ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂർ മേയറെ പിന്തുണച്ച് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. മേയറുടെ സുരേഷ് ഗോപി അനുകൂല പ്രസ്താവന തൃശൂരിലെ ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് കാരണമായി എന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അവരുടെ അഭിപ്രായം പറഞ്ഞില്ലോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. നിങ്ങൾ പറയണോ, അത് അവരുടെ ഒരു അഭിപ്രായമായിട്ട് നിൽക്കട്ടെ. സുരേഷ് ഗോപി അങ്ങനെ വ്യക്തിപരമായിട്ട് അയാളൊരു BJP കാരനല്ലേ, നമുക്ക് അങ്ങനെയല്ലേ കാണാൻ പറ്റും. ഞങ്ങളങ്ങനെ കാണുന്നു. മേയർക്ക് അങ്ങനെ കണ്ടുപിടിയെന്ന് വെച്ചാൽ മേയർ അതിനപ്പുറമായിട്ട് മേയർ പറഞ്ഞത് ഞാൻ ഇടതുപക്ഷക്കാരനാണെന്നല്ലേ പറഞ്ഞു. അതേസമയം മേയർ MK വർഗീസ് മുൻധാരണ അനുസരിച്ച് സ്ഥാനമൊഴിയണമെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് പറഞ്ഞു. ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത്, ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം അംഗീകരിച്ച് അതിൻ്റെ പിന്തുണ സ്വീകരിക്കുന്ന ഒരു മേയറാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പറയുന്നൊരു മേയർ ചെയ്യേണ്ടത് അദ്ദേഹം പദവി ഒഴിഞ്ഞ് ഇടതുപക്ഷത്തിൻ്റെ പുതിയ മേയർക്ക് പിന്തുണ നൽകുന്ന സമീപനം സ്വീകരിക്കുകയാണെന്നാണ്. കൊരട്ടി ചിറങ്ങരയിൽ വീട്ടിൽ മോഷണം. 35 പവൻ സ്വർണവും പണവും നഷ്ടപ്പെട്ടു. കൊരട്ടി ചിറങ്ങര ചെമ്പകശ്ശേരി പ്രകാശന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് കവർച്ച നടന്നത്. വീടിന്റെ ജനൽ കമ്പികൾ അറുത്ത് അകത്ത് കയറിയ മോഷ്ടാവ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 35 പവൻ സ്വർണവും ബാഗിൽ സൂക്ഷിച്ചിരുന്ന 8000-ഓളം രൂപയും കവർന്നു. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന വസ്തുക്കൾ വാരി വലിച്ചിട്ട നിലയിലാണ്. പുലർച്ചെ 2 മണിയോടെ വെള്ളം കുടിക്കാനായി ഉണർന്ന വീട്ടുകാരാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. ഉടനെ കൊരട്ടി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. മോഷണം നടത്താൻ ഉപയോഗിച്ച പിക്കാസും വെട്ടുകത്തിയും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളംഗ്ലൂർ പഞ്ചായത്ത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമി കയ്യേറിയെന്ന വാർത്ത ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM മുകേഷ്, സെക്രട്ടറി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കളച്ചാട്ടിലെ രാധാകൃഷ്ണനാണ് തന്റെ ഭൂമി പഞ്ചായത്ത് കയ്യേറി റോഡ് നിർമ്മിച്ചുവെന്ന് ആരോപിച്ച് ദിവസങ്ങൾക്ക് മുൻപ് പഞ്ചായത്തിന് മുന്നിൽ ഒറ്റയാൾ സമരം നടത്തിയത്. ഇയാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓംബുഡ്സ്മാൻ നൽകിയ നിർദ്ദേശത്തെ തുടർന്ന് അധികൃതർ സ്ഥലം വളർന്ന് തിട്ടപ്പെടുത്തുകയും പഞ്ചായത്തിന്റെ സ്ഥലം നഷ്ടപ്പെട്ടതായുമാണ് റിപ്പോർട്ട് ലഭിച്ചത്. ഇത്തരത്തിൽ ഒറ്റയാൾ സമരം നടത്തിയത് പഞ്ചായത്ത് ഭരണസമിതിയെ അപമാനിക്കാൻ വേണ്ടിയാണെന്ന് പ്രസിഡന്റ് പറഞ്ഞു. ഓംബുഡ്സ്മാൻ വിധിയിൽ പറയുന്ന കാര്യം, ആ ഭൂമി, ആ റോഡ് അളന്ന് തിട്ടപ്പെടുത്തി സെക്രട്ടറിയോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അത് പ്രകാരം സെക്രട്ടറി നമ്മുടെ AEനെ വിളിച്ച് ആ റോഡ് അളക്കുകയുണ്ടായി. ആ റോഡ് അളന്നപ്പോൾ 4 മീറ്ററാണ് അതിൻ്റെ വീതി വരുന്നത്. ആ 4 മീറ്ററല്ല, ശരിക്കും അത് 4.6 മീറ്ററാണ് നമുക്ക് നമ്മുടെ ആസ്തിയിലുള്ളത്. ഇപ്പോൾ റോഡ് അളന്നതിൻ്റെ ഭാഗമായിട്ട് 0.6 മീറ്റർ ഞങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ സ്ഥലമില്ല. സത്യത്തിൽ ആ വഴി കൈവശമുള്ളവർ തന്നെയാണ് ഇത് കയ്യേറിയിട്ടുള്ളത്. ഇപ്പോൾ രാധാകൃഷ്ണൻ കളച്ചാട്ടിൽ ഇങ്ങനെ കാര്യം ഉന്നയിക്കുമ്പോൾ ആവശ്യപ്പെട്ട പ്രകാരം ഞങ്ങൾ അളവെടുത്തപ്പോൾ 4 മീറ്റർ കഴിഞ്ഞ് 0.6 ആൾ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ തികച്ചും ആൾ തെറ്റിദ്ധരിപ്പിക്കുകയും ഒറ്റയാൾ സമരത്തിലൂടെ പഞ്ചായത്ത് ഭരണസമിതിയും സെക്രട്ടറിക്കുമെതിരെ കളങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് ഒരു നല്ല ഭരണം കാഴ്ചവെച്ച് പോകുന്ന വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിനെ അപമാനിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വാർത്തയാണ് അത് കൊടുത്തത്. കൊടുങ്ങല്ലൂർ ക്ഷേത്ര പരിസരത്ത് ആൾത്തറയിൽ കിടന്നുറങ്ങുകയായിരുന്ന ആളുടെ സമീപത്തുകൂടി പാമ്പ് പോയത് ഭീതി പരത്തി. ഇന്നലെയായിരുന്നു സംഭവം. പരിസരവാസിയായ വയോധികന്റെ ഉറക്കത്തിനിടയിൽ തലയുടെ സമീപത്തുകൂടിയാണ് പാമ്പ് ഇഴഞ്ഞുപോയത്. ആളുകൾ ഒച്ചയിട്ടതിന് പിന്നാലെ ഞെട്ടിയുണർന്ന വയോധികൻ ഭയന്ന് എഴുന്നേറ്റപ്പോഴേക്കും പാമ്പ് സമീപത്തെ പുല്ലിലൂടെ ഇഴഞ്ഞു നീങ്ങിയിരുന്നു. വയോധികൻ ആദ്യം സംഭവം മനസ്സിലായില്ലെങ്കിലും പാമ്പാണ് സമീപത്തുകൂടി പോയതെന്ന് മനസ്സിലായതോടെ ഞെട്ടിമാറാൻ ശ്രമിക്കുന്നതുമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. പാമ്പ് വരുന്നത് കണ്ട് ആൽത്തറയുടെ മറുവശത്തുള്ളവർ ഓടിമാറുന്നതും ദൃശ്യങ്ങളിലുണ്ട്. പശ്ചാത്തലത്തിൽ ചേരയാണ്. ചേര ഒന്നും ചെയ്യില്ലെന്ന് ആശ്വസിക്കുന്ന വയോധികനും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.
സംസ്ഥാനത്ത് ഇന്ന് 2 ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത 5 ദിവസം വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരും. ഇന്ന് എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. വ്യാഴാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും വെള്ളിയാഴ്ച കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ശക്തമായ മഴ കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേരള തീരത്തും തമിഴ്നാട് തീരത്തും ചൊവ്വാഴ്ച രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന മോഷണം. സ്വർണ്ണാഭരണവും വെള്ളി ഉരുപ്പടികളും പണവും കവർന്നു. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ചറായി പടിഞ്ഞാറേക്കര CB ജയലക്ഷ്മിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടുകാർ സ്ഥലത്തില്ലാത്ത സമയത്തായിരുന്നു സംഭവം. വീടിന്റെ അടുക്കളവാതിൽ കുത്തി തുറന്ന മോഷ്ടാവ് അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണക്കമ്മൽ, 1000-ഓളം രൂപ, വെള്ളി നാണയം തുടങ്ങിയവ കവർന്നു. ഇരുമ്പ് അലമാര പൊളിച്ച മോഷ്ടാവ് വാതിലിന്റെ മരസാക്ഷ അടിച്ചു തകർത്തു. മറ്റു 3 വാതിലുകളും കുത്തി തുറന്നു. ഇന്ന് രാവിലെ വീട്ടുകാർ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. മതിലകം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇനി നാട്ടിൽ നടന്നത്. കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ അംഗനവാടി വർക്കർ ഹെൽപ്പർ ലിസ്റ്റിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനന്ദ നാരായണന്റെ മക്കളെയും മരുമക്കളെയും തിരികെ കയറ്റിയതിൽ പ്രതിഷേധിച്ച് ഇടതുപക്ഷ മെമ്പർമാർ പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇടതുപക്ഷ പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ നടന്ന ധർണ CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്ററി പാർട്ടി ലീഡർ EA ജയതിലകൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ TR ബാബു, CK ശശി, വാർഡ് മെമ്പർമാരായ ഉഷ ശശിധരൻ, ശകുന്തള വത്സൻ, PC നിഖിൽ, സജിത ഷാജു, ദീപ പോളി, VJ വില്യം, CPIM കുറ്റിച്ചിറ ലോക്കൽ സെക്രട്ടറി ടോമി കളമ്പാടൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ അസ്മാബി കോളേജ് പരിസരത്തു നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ V ബാലസുബ്രഹ്മണ്യനും സംഘവുമാണ് ചെടി കണ്ടെത്തിയത്. ഉദ്ദേശിച്ച 37 സെന്റിമീറ്റർ ഉയരമുള്ള ചെടിയാണ് കണ്ടെത്തിയത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ജോഷി ചക്കാലക്കൽ, എൽദോ KV, KK ഉണ്ണികൃഷ്ണൻ, സിവിൽ എക്സൈസ് ഓഫീസർ ജിതിൻ MP, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ MR ഷാജി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. വാദ്യകലാകാരൻ കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ അനുസ്മരണവും സൈന്ധവ കലാപീഠത്തിന്റെ 3ാം വാർഷികവും ആചരിച്ചു. എഴുത്തുകാരനും പ്രഭാഷകനുമായ NPV ജയകൃഷ്ണൻ കേളത്ത് അരവിന്ദാക്ഷൻ മാരാരുടെ മേള ജീവിതത്തെ ആസ്വാദകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. പുത്തൻവേലിക്കര വിജയൻ മാരാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇലഞ്ഞിത്തറ മേളപ്രമാണി കിഴക്കൂട്ട് അനിയൻ മാരാർ, തിരുവമ്പാടി മേളപ്രമാണി ചരനല്ലൂർ ശങ്കരൻകുട്ടൻ മാരാർ, പാറേമക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷ് പൊതുവാൾ, കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, KG ശശിധരൻ, കാവിൽ ഉണ്ണികൃഷ്ണ വാര്യർ, U പ്രേംനാഥ്, അബിൻ തൃക്കുലശേഖരപുരം എന്നിവർ സംസാരിച്ചു. അഴീക്കോട് കറുകപ്പാടത്ത് ചാലിൽ കുടുംബത്തിന്റെ കുടുംബസംഗമം നടന്നു. കുടുംബത്തിലെ മുതിർന്ന അംഗമായ മുഹമ്മദ് സാദിഖ് ഉദ്ഘാടനം ചെയ്തു. ജനാബ് മുജീബ് കുടുംബ ബന്ധങ്ങൾക്ക് ജീവിതത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. ഡോക്ടർ AB മൊയ്തീൻകുട്ടി, അഡ്വക്കേറ്റ് നൌഷാദ് കറുകപ്പാടത്ത്, അജിത് കറുകപ്പാടത്ത്, സബീർ കക്കാട്ടിൽ, അഡ്വക്കേറ്റ് ബാബു എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബൂത്ത് 87 നാരായണമംഗലം പ്രദേശത്ത് SLC+2 പരീക്ഷകളിൽ വിജയിച്ചവർ ഡോക്ടർമാർ, നോവലിസ്റ്റ് MK സുബ്രഹ്മണ്യൻ എന്നിവരെ ആദരിച്ചു. DC സെക്രട്ടറി TM നാസർ ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് PK മുൻഷീർ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു ഡോക്ടേഴ്സിനുള്ള അവാർഡും കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് PV രമണൻ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നിർവഹിച്ചു. പുലുറ്റ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KG മുരളീധരൻ നോവലിസ്റ്റ് MK സുബ്രഹ്മണ്യനെ ആദരിച്ചു. കരിയർ കൺസൾട്ടന്റ് ഷെറീന ഫിറോസ്, KP സുനിൽകുമാർ, TU സുരേഷ് കുമാർ, പമ്പ CR ഡിൽഷൻ കൊട്ടേക്കാട്ട്, PN രാമദാസ്, ശ്രീ MM അരുൺരാജ്, സുനില മോഹനൻ, സുശീല എന്നിവർ സംസാരിച്ചു. ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാവന്ദനം 2024 പരിപാടി സംഘടിപ്പിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് KS വിനോദ് അധ്യക്ഷത വഹിച്ചു. SLC+2 പരീക്ഷകളിലും മറ്റു പ്രൊഫഷണൽ കോഴ്സുകളിലും ഉന്നത വിജയം നേടിയവരെയും സുദീർഘ സേവനത്തിന് ശേഷം വിശ്രമജീവൻ നയിക്കുന്ന അധ്യാപകരെയും മറ്റുദ്യോഗസ്ഥരെയും കലാകായിക മേഖലയിൽ മികവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. TB സജീവൻ, KP ഉണ്ണികൃഷ്ണൻ, AR ശ്രീകുമാർ, KR വിദ്യാസാഗർ, LK മനോജ്, TS സജീവൻ, രശ്മി ബാബു, ON ജയദേവൻ, പ്രജീഷ് ചള്ളിയിൽ, ഷാജൻ, പ്രദീപ് ചള്ളിയിൽ എന്നിവർ പങ്കെടുത്തു.
പെരിഞ്ഞനത്ത് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഇയാൾ മരിച്ചു. പെരിഞ്ഞനം കുറ്റിലക്കടവ് സ്വദേശി കൊച്ചത്ത് വീട്ടിൽ മൈത്രജനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം പെരിഞ്ഞനം പഞ്ചായത്തിന് സമീപമുണ്ടായ ബൈക്ക് അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് കൊടുങ്ങല്ലൂർ എയർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെ 6:30 മരണം. കയ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മാള വൈസ്മെൻസ് ക്ലബ് വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. അഡ്വക്കേറ്റ് CB സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഹൃദയങ്ങളെ തൊട്ടുണർത്തുന്ന കുറെ സേവന കാര്യങ്ങൾ റിപ്പോർട്ടിൽ വളരെ വാചാലമല്ലാതെ പരാമർശിച്ചിട്ടുണ്ട്. അതിനു മുൻപ് തന്നെ ജോലിച്ചേട്ടൻ പറഞ്ഞു, കോളക്കുന്നിലെ സ്മൃതിനാശം സംഭവിച്ച പ്രദേശം ആളുകൾക്ക് 6 വീടുകൾ പണിതു കൊടുത്തു. അഭിനന്ദനാർഹമായ ഒരു കാര്യം. നമ്മുടെ നാട്ടിൽ വീടില്ലാത്തവന്റെ ദുഃഖം അവർക്കേ അറിയൂ. നമ്മളൊക്കെ സന്തോഷകരമായി വീടുള്ള ആളുകളായതുകൊണ്ട് ആ ദുഃഖം നമുക്കറിയില്ല. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ് പുരസ്കാര വിതരണം നിർവഹിച്ചു. കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ ചികിത്സാ സഹായ വിതരണം നിർവഹിച്ചു. KM ഷാജി, മധു പണിക്കർ, സെലിൻ ജെയിംസ്, മാർഗരറ്റ് ജോസ്, ജിഷ ഷിബു, സനൽ രാജ്, റാണി ജോണി, ലോഡ്സൺ ഷിബു എന്നിവർ സംസാരിച്ചു. KSKTU ജില്ലാ സമ്മേളനം ജൂലൈ 10-11 തീയതികളിൽ നെല്ലായി കൊളത്തൂർ കാവലൂർ പാർക്കിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ 17 ഏരിയ കമ്മിറ്റികളിൽ നിന്നുമായി തെരഞ്ഞെടുക്കപ്പെട്ട 375 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. 10 രാവിലെ 10 മണിക്ക് KSKTU ജില്ലാ പ്രസിഡന്റ് MK പ്രഭാകരൻ പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും. തുടർന്ന് ചേരുന്ന പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ അഗ്രികൾച്ചറൽ വർക്കേഴ്സ് യൂണിയൻ ദേശീയ പ്രസിഡന്റ് A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. KSKTU ജില്ലാ പ്രസിഡന്റ് MK പ്രഭാകരൻ, സമ്മേളന സംഘാടക സമിതി ചെയർമാൻ PK ശിവരാമൻ, കൺവീനർ KJ ഡിക്സൺ, ട്രഷറർ EK അനൂപ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആനമല കൂട്ടുകൃഷി സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിയാരത്ത് ഞാറ്റുവേല ചന്ത ആരംഭിച്ചു. ഞാറ്റുവേല ചന്തയിൽ ഫലവൃക്ഷ തൈകൾ, പച്ചക്കറി തൈകൾ, വിത്തുകൾ, തെങ്ങിൻ തൈകൾ, വിവിധ വിദേശയിനം തൈകൾ, വനവിഭവങ്ങൾ, ആയുർവേദ ഉൽപ്പന്നങ്ങൾ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, പായസമേള, കളിമൺ പാത്രങ്ങൾ, കൂത്താമ്പള്ളി തുണിത്തരങ്ങൾ, മുള ഈറ്റ ഉൽപ്പന്നങ്ങൾ, ചക്കയുടെ വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, കാർഷിക ഉപകരണങ്ങൾ, ഫ്രൂട്ട്സുകൾ, ജൈവവളം, കാർഷിക ഉപകരണങ്ങൾ, ചട്ടികൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവ ലഭ്യമാണ്. ഞാറ്റുവേല ചന്തയുടെ ഭാഗമായ റംബൂട്ടാൻ, മാങ്കോയിസ്റ്റിൻ, വിയറ്റ്നാം എയർലി പ്ലാവിൻ തൈ, പ്രിയൂർ മാവ്, അബിയു, തായ് പിങ്ക് പേര, അടക്കാമര തൈ എന്നിവ 999 രൂപയ്ക്ക് നൽകുന്നു. സംഘം പ്രസിഡന്റ് VK സുനിൽകുമാർ ഞാറ്റുവേല ചന്ത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഉഷ പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. സംഘം ഭരണസമിതി അംഗങ്ങളായ അനിൽ കഥലിക്കാടൻ, ബിജി സദാനന്ദൻ, KA ജോയ്, KP ജോണി, സംഘം സെക്രട്ടറി PV വിവേക് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ മേയറെ പിന്തുണച്ച് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. മേയറുടെ സുരേഷ് ഗോപി അനുകൂല പ്രസ്താവന തൃശൂരിലെ ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് കാരണമായി എന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കൊരട്ടി ചിറങ്ങരയിൽ വീട്ടിൽ മോഷണം. 35 പവൻ സ്വർണവും പണവും നഷ്ടപ്പെട്ടു. ചിറങ്ങര ചെമ്പകശ്ശേരി പ്രകാശന്റെ വീട്ടിൽ തിങ്കളാഴ്ച പുലർച്ചെയാണ് കവർച്ച നടന്നത്. സംസ്ഥാനത്ത് ഇന്ന് 2 ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.